കരീബിയൻ കടലിലെ നീലത്തിരമാലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വെറുമൊരു മണൽത്തിട്ടയല്ല ക്യൂബ. അത് ലോകമെമ്പാടുമുള്ള പോരാളികളുടെ സിരകളിൽ വിപ്ലവത്തിന്റെ അഗ്നി പടർത്തുന്ന നക്ഷത്രമാണ്. ഇന്ന് ആ വിപ്ലവമണ്ണ് ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം ഒരു വൈദ്യുതി തടസ്സമോ ഇന്ധനക്ഷാമമോ അല്ല ക്യൂബ നേരിടുന്നത്. മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന് മേൽ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ആസൂത്രിതമായി എറിഞ്ഞുകൊടുക്കുന്ന ഉപരോധങ്ങളുടെ കടിനിഴലിലാണ്. എന്നാൽ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നവർ ഒന്നോർക്കുക, പട്ടിണിയിട്ടും പീഡിപ്പിച്ചും തളർത്താൻ കഴിയുന്നതല്ല ഫിദൽ കാസ്ട്രോ ഊതിക്കത്തിച്ച ആ ആത്മവീര്യം. ഇതൊരു രാജ്യത്തിന്റെ മാത്രം പോരാട്ടമല്ല, സാമ്രാജ്യത്വത്തിന്റെ സിംഹാസനങ്ങൾക്കെതിരെ ലോകമെമ്പാടും ഉയരേണ്ട നീതിയുടെ ഇടിമുഴക്കമാണ്. ക്യൂബ ഇന്ന് നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധി കേവലം ഒരു സാമ്പത്തിക തകർച്ചയല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഹീനമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിക്കൊണ്ട് ക്യൂബയെ വീഴ്ത്താൻ സമയമായി എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് ആ ജനതയോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാറുന്നു. ടൂറിസം മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നതും അന്താരാഷ്ട്ര കമ്പനികളെ ഭീഷണിപ്പെടുത്തി ക്യൂബയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും സാമ്രാജ്യത്വ അഹന്തയുടെ ഏറ്റവും ക്രൂരമായ അടയാളങ്ങളാണ്. ഇന്ധനമില്ലാതെ തെരുവുകളിൽ മാലിന്യം കുന്നുകൂടുമ്പോഴും വൈദ്യുതിയില്ലാതെ രാത്രികൾ ഇരുട്ടിലാകുമ്പോഴും ക്യൂബൻ ജനത തളരാതെ നിൽക്കുന്നത് ഫിദൽ കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും പിൻഗാമികളെന്ന ആത്മാഭിമാനത്തോടെയാണ്. പകുതി നൂറ്റാണ്ടിലേറെയായി തുടരുന്ന ക്രൂരമായ ഉപരോധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ആ ആത്മവീര്യം ഇനിയും തകരില്ലെന്ന് ലോകത്തിന് നല്ല ബോധ്യമുണ്ട്. ഇന്റർ മിയാമി ഫുട്ബോൾ താരങ്ങളെ സാക്ഷിയാക്കി ട്രംപ് നടത്തിയ ധാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവനകൾ അമേരിക്കയുടെ രാഷ്ട്രീയ സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. മാർക്കോ റൂബിയോയെ പോലുള്ള ക്യൂബൻ വിരുദ്ധരെ ഉപയോഗിച്ച് ആ രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതിരൂക്ഷമായ ഈ പ്രതിസന്ധിക്കിടയിലും സ്വകാര്യ മേഖലക്ക് ഇന്ധനം നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ ക്യൂബൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിലും അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം തകർക്കപ്പെട്ട വമ്പിച്ച ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഇത്തരം നീക്കങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കൊടും ചൂടുള്ള വേനൽക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഫാനോ എയർ കണ്ടീഷനോ പോലുമില്ലാതെ എങ്ങനെ കഠിന കാലം അതിജീവിക്കുമെന്ന ഭീതിയിലാണ് സാധാരണ ജനങ്ങൾ. പക്ഷേ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ അവർ വിലമതിക്കുന്നത് തങ്ങളുടെ ആത്മാഭിമാനത്തിനാണ്. ക്യൂബ ഇന്ന് നേരിടുന്നത് ഒരു രാഷ്ട്രീയ അസ്തിത്വം സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. ട്രംപ് ഭരണകൂടം ആ കൊച്ചുദ്വീപിനെ ഇരുട്ടിലാഴ്ത്തിയേക്കാം, പക്ഷേ അവിടുത്തെ ജനതയുടെ സിരകളിൽ പടരുന്ന വിപ്ലവ വീരത്തിന്റെ വെളിച്ചം കെടുത്തിക്കളയാൻ ഒരു സാമ്രാജ്യത്വ ശക്തിക്കും സാധിക്കില്ല. അമേരിക്കയുടെ അഹന്തക്ക് മുമ്പിൽ തളരാതെ ലോകമെമ്പാടുമുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന ക്യൂബ ഇനിയും അതിജീവിക്കും. കാരണം വിപ്ലവം ഒരു ഭരണകൂടമല്ല, അതൊരു ജനതയുടെ അണയാത്ത കനലാണ്.